പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയ്ക്ക് മുന്നിൽ കീഴടങ്ങി എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ് അന്താരാഷ്ട്ര നയതന്ത്രത്തിന്റെ ABCD പോലും അറിയാതെ വീണ്ടും സ്വയം പപ്പു വേഷം കെട്ടാൻ ഒരാൾ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഞാൻ പ്രത്യേകിച്ച് അദ്ദേഹത്തിനൊരു ഇൻട്രോ നൽകേണ്ടതില്ല എങ്കിൽ കൂടി നമ്മുടെ സ്വന്തം രാഹുൽ ഗാന്ധിയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. G7 ഉച്ചകോടിക്ക് തൊട്ടു മുമ്പ് ഇന്ത്യയെ നാണം കെടുത്താൻ നോക്കിയ രാഹുലിന് നയതന്ത്ര ലോകം നൽകിയ 8ന്റെ പണി. അതാണ് ഇന്നത്തെ വിഷയം. ലോകത്തിന് മുന്നിൽ വീണ്ടും സ്വയം പൊട്ടനാകുന്ന ഈ രാഷ്ട്രീയ നാടകത്തിന്റെ പിന്നിലെ യഥാർത്ഥ രഹസ്യം എന്താണ്? കാണാം. ശ്വാസം അടക്കി പിടിച്ചിരുന്ന് തന്നെ കാണേണ്ട ഒരു കപ്പൽ ഛേദത്തിന്റെ കഥയാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ നയതന്ത്ര നീക്കങ്ങൾ എപ്പോഴും വളരെ തന്ത്രപരവും രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നതുമാണ്. എന്നാൽ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കാതെ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം തന്നെ ചാടി വീണ സ്വന്തം കാലിൽ കോടാലി വെക്കുന്നതിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ കഴിഞ്ഞേ വേറെ ആളുള്ളൂ. ജൂൺ 10 ഗൾഫ് മേഖലയിൽ MT സെറ്റബെല്ലോ എന്ന വാണിജ്യ കപ്പലിന് നേരെ അമേരിക്കൻ സൈന്യം നടത്തിയ മിസൈൽ ആക്രമണവും അതിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ടതുമായ ദൗർഭാഗ്യകരമായ സംഭവമാണ് ഇപ്പോഴത്തെ വിവാദങ്ങൾക്കെല്ലാം ആധാരമായിട്ടുള്ളത്. ഈ ദുരന്തത്തെ പോലും മോദി സർക്കാരിനെതിരെ അടിക്കാനുള്ള വടിയാക്കാൻ നോക്കി ഒടുവിൽ അന്താരാഷ്ട്ര നിയമങ്ങളെക്കുറിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാതെ സ്വയം ട്രോളനായി മാറുകയാണ് രാഹുൽ ഗാന്ധി. സ്വയം വിഡ്ഢിവേഷം കെട്ടുന്നു. എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചത്? നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം നമുക്ക് ആ ദുരൂഹമായ രാത്രിയിലേക്ക് പോകാം. ഗൾഫ് മേഖലയിലൂടെ നീങ്ങുകയായിരുന്ന MT സെറ്റബെല്ലോ എന്ന കപ്പൽ. ആ കപ്പലിൽ ആകെ ഉണ്ടായിരുന്നത് 24 ഇന്ത്യൻ ജീവനക്കാരായിരുന്നു. എന്നാൽ ആ കപ്പൽ വെറുമൊരു സാധാരണ യാത്രയിലായിരുന്നില്ല. അമേരിക്കൻ ഇന്റലിജൻസും നാവികസേനയും ദീർഘനാളായി നിരീക്ഷിച്ചുകൊണ്ടിരുന്ന അന്താരാഷ്ട്ര ഉപരോധങ്ങൾ ലംഘിച്ചുകൊണ്ട് ഇറാനിയൻ തുറമുഖങ്ങളിലേക്ക് രഹസ്യമായി ഇന്ധനവും മറ്റ് സാമഗ്രികളും കടത്തുന്ന കപ്പലുകളുടെ പട്ടികയിൽ ഉണ്ടായിരുന്നു ഈ കപ്പൽ. ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോളൂ. ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നതാണ് ഈ കപ്പൽ. അമേരിക്കൻ സൈന്യം ഈ കപ്പലിന് കൃത്യമായി മുന്നറിയിപ്പുകൾ നൽകിയതാണ്. കപ്പൽ നിർത്താനും പരിശോധനയ്ക്ക് വിധേയമാക്കാനും US നേവി ആവശ്യപ്പെട്ടതാണ്. എന്നാൽ അമേരിക്കൻ നാവിക ഉപരോധത്തെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് കപ്പൽ മുന്നോട്ട് കുതിച്ചു. ഞാനിവിടെ അമേരിക്ക പറയണമെന്ന് കേൾക്കണം എന്നല്ല പറയുന്നത്, എന്നാൽ വിഷയം ഒന്ന് മനസ്സിലാക്കി തരികയാണ്. തുടർന്നാണ് അമേരിക്കൻ സേന കപ്പലിനെ ലക്ഷ്യമിട്ട് മിസൈൽ ആക്രമണം നടത്തിയത്. ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യൻ നാവികസേനയും കോസ്റ്റ് ഗാർഡും ഉടനടി രക്ഷാപ്രവർത്തനത്തിനിറങ്ങി. കപ്പലിലുണ്ടായിരുന്ന 24 ഇന്ത്യക്കാരിൽ 21 പേരെയും അത്ഭുതകരമായി തന്നെ രക്ഷപ്പെടുത്തി. പക്ഷേ നിർഭാഗ്യവശാൽ 3 ഇന്ത്യൻ നാവികരുടെ ജീവൻ അവിടെ നഷ്ടമായി. രാജ്യം മുഴുവൻ ആ നാവികരുടെ വിയോഗത്തിൽ ദുഃഖിക്കുമ്പോൾ ഈ വശങ്ങളൊന്നും നോക്കാതെ യാതൊരു വിവരവും ഇല്ലാത്തവനെ പോലെ ചൈനീസ് അതിർത്തിയിൽ എന്ന പോലെ അമേരിക്കൻ അതിർത്തിയിലും മോദി തോറ്റു എന്ന് സ്ഥാപിക്കാൻ ഓടിയെത്തുകയായിരുന്നു ഈ പാപ്പുമോൻ. സംഭവം നടന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അമേരിക്ക മാപ്പ് പറഞ്ഞില്ല. പ്രധാനമന്ത്രി മൗനത്തിലാണ് എന്നൊക്കെയാണ് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെ പ്രധാന പരാതി. വിദേശകാര്യമന്ത്രി S ജയശങ്കർ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയുമായി അതീവ ഗൗരവത്തോടെ സംസാരിക്കുകയും ഇന്ത്യയുടെ ആശങ്ക അവിടെ അറിയിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു പ്രസ്താവന ഇറക്കി. അതിൽ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു, അമേരിക്കൻ സൈന്യം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങളെല്ലാം തന്നെ വാണിജ്യ കപ്പലുകൾ പാലിക്കണമെന്ന്. അവിടെ അമേരിക്കയുടെ അടിയറവ് വയ്ക്കാനല്ല പറയുന്നത്, സ്വയരക്ഷാർത്ഥം ഇറാനിയൻ തുറമുഖങ്ങൾക്കെതിരായ ഉപരോധം ലംഘിക്കുന്നത് ഒരു തരത്തിലും അനുവദിക്കില്ല. ഇത് കണ്ട ഉടനെ നമ്മുടെ പ്രതിപക്ഷ നേതാവിന് സഹിച്ചില്ല. അദ്ദേഹം നേരെ Xലേക്ക് ഓടിപ്പോയി ടൈപ്പ് ചെയ്യാൻ തുടങ്ങി. അദ്ദേഹത്തിന് ആകെ അറിയാവുന്നത് അതല്ലേ ഉള്ളൂ. ഒരു സ്വതന്ത്ര രാജ്യം ഇത്തരം ഭാഷ ഒരിക്കലും അംഗീകരിക്കില്ല. നമ്മുടെ ഒത്തുതീർപ്പിലായ പ്രധാനമന്ത്രി മൗനം പാലിക്കുകയാണ്. അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ കേട്ട് അനുസരിക്കുന്ന ഒരു വിധേയ സേവകനെ പോലെയാണ്, ഒരു പാവയെ പോലെയാണ് കേന്ദ്ര സർക്കാർ പെരുമാറുന്നത്. പാവ സർക്കാർ ആരാണെന്ന് നമ്മൾ വർഷങ്ങളോളം കണ്ടതാണ്. എന്തായാലും എന്തൊരു ഭാവന, എന്തൊരു നയതന്ത്ര ബോധം. രാഹുൽ ഗാന്ധി ചിന്തിക്കുന്നത് അന്താരാഷ്ട്ര ബന്ധങ്ങൾ എന്നത് ഏതെങ്കിലും കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പ് പോലെയാണ് എന്നാണ്. ഒരു അന്താരാഷ്ട്ര കപ്പൽ കമ്പനി അമേരിക്കൻ ഉപരോധം ലംഘിച്ചുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ അതിൽ ജോലി ചെയ്യുന്ന പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ നയതന്ത്ര ചാനലുകളിലൂടെയാണ് സംസാരിക്കേണ്ടത്. അല്ലാതെ അമേരിക്കയ്ക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തി ഇദ്ദേഹത്തെ പോലെ Xൽ പോയി പോസ്റ്റ് ഇടുകയല്ല വേണ്ടത് എന്നത് ഈ വിജ്ഞാന ഭണ്ഡാരത്തിന് ആര് പറഞ്ഞു കൊടുക്കും? എന്തായാലും
ഇനി നമുക്കിതിന്റെ പിന്നിൽ ചില കൺഫ്യൂഷനുകൾ ഒന്ന് തീർക്കാം, നിങ്ങൾക്കുണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടെ രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് അമേരിക്ക എന്തുകൊണ്ട് മാപ്പ് പറയുന്നില്ല എന്നാണ്. മിസ്റ്റർ രാഹുൽ, ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ കപ്പലിനെ ആക്രമിക്കുമ്പോഴാണ് അത് പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാകുന്നത്. ശ്രദ്ധിച്ചു കേട്ടോളൂ. അപ്പോൾ ഇവിടെ ആക്രമിക്കപ്പെട്ടത് ഇന്ത്യയുടെ സൈനിക കപ്പലോ ഇന്ത്യയുടെ ഉടമസ്ഥതയിലുള്ള ഔദ്യോഗിക കപ്പലുകളോ ഒന്നുമല്ല. അത് വിദേശ കമ്പനികളുടെ ഉടമസ്ഥതയിലുള്ള അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ച ഒരു വാണിജ്യ കപ്പലാണ്, അഥവാ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള വെസൽ. ഇതിൽ ഇന്ത്യക്കാർ ജോലി ചെയ്തു എന്നത് തികച്ചും ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. അത്തരം സാഹചര്യങ്ങളിൽ പൗരന്മാരുടെ ജീവൻ രക്ഷിക്കുക എന്നതിനാണ് ഇന്ത്യ മുൻഗണന നൽകിയത്. അതിൽ 21 പേര് രക്ഷിക്കുകയും ചെയ്തു. ഒരു വശത്ത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൃത്യമായ ഡാറ്റകളും തെളിവുകളും ശേഖരിച്ച് അമേരിക്കൻ വിദേശകാര്യ വകുപ്പുമായി വളരെ ശക്തമായ ഭാഷയിൽ ചർച്ചകൾ നടത്തുന്നുണ്ട്. ഭൗതിക ശരീരങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങളടക്കം യുദ്ധകാലാടിസ്ഥാനത്തിൽ നടക്കുകയാണ്. മറുവശത്ത് രാഹുൽ ഗാന്ധി പറയുന്നു ഇന്ത്യക്കാരനാകുന്നത് തന്നെ ദുരവസ്ഥയാകുന്ന സാഹചര്യമാണെന്ന്. എങ്കിൽ നിങ്ങൾ ഇവിടുത്തെ പൗരത്വം വേണ്ടെന്ന് വെച്ച് വേറെ എങ്ങോട്ടെങ്കിലും പോകൂ എന്നാണ് ഇപ്പോൾ ജനങ്ങൾ പറയുന്നത്. എന്തായാലും സ്വന്തം രാജ്യത്തെയും രാജ്യത്തെ പൗരന്മാരെയും ലോകത്തിന് മുന്നിൽ ഇത്രമാത്രം അപകീർത്തിപ്പെടുത്തുന്ന മറ്റൊരു പ്രതിപക്ഷ നേതാവ് ലോകത്തുണ്ടാവുമോ? ആ നാണക്കേടാണ് ഈ മനുഷ്യനെ കുറിച്ച് ഓർക്കുമ്പോൾ തോന്നുന്നത്. എന്നാൽ വിദേശ ശക്തികൾ നമ്മുടെ പൗരന്മാരെ കൊന്നെടുക്കുമ്പോൾ സർക്കാർ നിശബ്ദമായി ഉത്തരവുകൾ അനുസരിക്കുകയാണ് എന്ന രാഹുലിന്റെ പ്രസ്താവന തികച്ചും ഒട്ടും അംഗീകരിക്കാൻ പറ്റില്ല. ഇന്ത്യൻ നയതന്ത്രജ്ഞരെയും രാത്രി പകലില്ലാതെ അധ്വാനിക്കുന്ന വിദേശകാര്യ മന്ത്രാലയത്തെയും അപമാനിക്കുന്നതിന് തുല്യമാണിത്. ഇവരൊക്കെ ഇവിടെ ഭരിച്ചപ്പോൾ എന്തുണ്ടാക്കി എന്ന് ചോദിച്ചാൽ അതിന് തെറ്റ് പറയാൻ പറ്റുമോ? എന്തായാലും ഇവിടെയാണ് ഏറ്റവും വലിയ സസ്പെൻസ് ഒളിഞ്ഞിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഈ വിഷയം എത്ര വലിയ വിവാദമാക്കാൻ കൃത്യമായൊരു ടൈമിംഗ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രാൻസിൽ വെച്ച് നടക്കാൻ പോകുന്ന G7 ഉച്ചകോടി. അവിടെ ലോക നേതാക്കൾക്കൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പങ്കെടുക്കുന്നുണ്ട്. അവിടെ വെച്ച് ഇരു രാജ്യ നേതാക്കളും തമ്മിൽ വളരെ നിർണായകമായിട്ടുള്ളൊരു ഉഭയകക്ഷി ചർച്ചകളും വലിയ വലിയ വ്യാപാര കരാറുകളും നടക്കാനിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു നിർണായക കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു മുമ്പ് ഇന്ത്യ US ബന്ധത്തിൽ വിള്ളൽ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇന്ത്യ ഒരു വിധേയ രാജ്യമാണെന്ന് വരുത്തി തീർക്കുക, ഈ ഒരു വ്യക്തമായ അജണ്ടയാണ് രാഹുലിന്റെ ഈ ട്വീറ്റുകൾക്ക് പിന്നിൽ. അല്ലെങ്കിൽ പിന്നെ ചിന്തിച്ചു നോക്കുക, സംഭവം നടന്ന് ഇത്രത്തോളം ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇദ്ദേഹത്തിന് ഇത്രയ്ക്കൊരു ആശങ്ക പൊട്ടി മുളയ്ക്കാനുള്ള കാരണം മോദി ട്രംപ് കൂടിക്കാഴ്ചയിൽ ഇന്ത്യക്ക് ലഭിക്കാനിരിക്കുന്ന വലിയ നേട്ടങ്ങളെ അട്ടിമറിക്കാൻ വിദേശ ലോബികൾക്ക് രാഹുൽ ഗാന്ധി വീണ്ടും സ്വയം ആയുധമായി മാറിക്കൊടുക്കുകയാണ്. അതിൽ സംശയിക്കാൻ ഒന്നുമില്ല. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു ഉച്ചകോടിക്ക് പോകുന്നതിന് മുമ്പ് സ്വന്തം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ വിധേയ സേവകൻ എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നതിലൂടെ രാഹുൽ ഗാന്ധി ഇവിടെ ആരെയാണ് സന്തോഷിപ്പിക്കുന്നത്? അമേരിക്കയാണോ അതോ ഇന്ത്യയുടെ മറ്റ് ശത്രു രാജ്യങ്ങളെയാണോ? ആരെയാണ്? എന്തായാലും രാഷ്ട്രീയം കളിക്കാൻ ആഭ്യന്തരമായി എത്രയോ വിഷയങ്ങളുണ്ട്. സ്വന്തം രാജ്യത്തെ തന്നെ പ്രതിക്കൂട്ടിലാക്കി നാണം കെടുത്തേണ്ട ഒരു ഗതികേട് അത് സമ്മതിക്കാൻ പറ്റില്ല. എന്തായാലും പ്രതിപക്ഷത്തിന് സർക്കാരിനെ വിമർശിക്കാം, എന്നാൽ രാജ്യത്തിന്റെ അന്താരാഷ്ട്ര പ്രതിച്ഛായയും വളരെ സെൻസിറ്റീവായ നയതന്ത്ര നീക്കങ്ങളെയും ബാധിക്കുന്ന വിഷയങ്ങളിൽ പോലും ഇത്രയും ബാലിശമായ നിലപാടെടുക്കുന്നത് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് പപ്പു എന്ന ലേബൽ ജനങ്ങൾ ചാർത്തി കൊടുക്കുന്നത്. ഇദ്ദേഹത്തിന് ഇത്രയും ഈ വയസ്സിലും പപ്പുമോൻ എന്ന് വിളിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അമേരിക്കൻ ഉപരോധം ലംഘിച്ച കപ്പലിന്റെ പശ്ചാത്തലവും അതിലുണ്ടായിരുന്ന സങ്കീർണമായ അന്താരാഷ്ട്ര നിയമങ്ങളും മനസ്സിലാക്കാതെ വെറും രാഷ്ട്രീയ നേട്ടത്തിനായി രാജ്യത്തിന്റെ അഭിമാനത്തെ പണയം വെക്കുന്ന ഇത്തരം പ്രസ്താവനകൾ ജനങ്ങൾ തിരിച്ചറിയും. 3 നാവികരുടെ മരണം അങ്ങേയറ്റം വേദനാജനകമാണ്. അതിൽ കൃത്യമായ അന്വേഷണവും നടപടിയും ഇന്ത്യ ഉറപ്പാക്കുക തന്നെ ചെയ്യും. ഇത്രയും നാൾ പപ്പുമോൻ കിടന്ന് നിലവിളിച്ചിട്ടാണോ ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ ഈ കഴിഞ്ഞ 12 വർഷം നടത്തിയതല്ലോ? എന്നാലും അതിനുള്ള കരുത്ത് ഇന്ത്യക്കുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ സ്വന്തം രാജ്യത്തെ താഴ്ത്തിക്കെട്ടുന്ന പ്രതിപക്ഷ നേതാവിന്റെ ഈ വിഡ്ഢിവേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മറ്റൊരു കോമഡി ട്രാക്കായി ചരിത്രത്തിൽ രേഖപ്പെടുത്തും. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. മറ്റൊരു വിഷയമായി വീണ്ടും കാണും വരെ നന്ദി.